എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബഹുമാന്യരായ ഗുരുവന്യരായിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവർക്കും മുന്നിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാനുണ്ട്. എന്താണ് ഈ വിശിഷ്ടാതിഥി? ഇവിടെ യഥാർത്ഥത്തിൽ വിശിഷ്ടാതിഥി എന്നുള്ള വ്യക്തി ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇപ്പോൾ കുറച്ച് മുന്നോട്ട് പോയ ബഹുമാന്യനായ നമ്മുടെ പഴയ ചീഫ് സെക്രട്ടറി. ബാക്കി ആരും വിശിഷ്ടാതിഥികളല്ല. കാരണം എല്ലാവരും സംസാരിച്ച എല്ലാവരും പറഞ്ഞു, ഞാനൊക്കെ 3 വർഷം 4 വർഷമായിട്ട് ഈ സംഘടനയുമായിട്ട് വളരെ അവൈധ്യമായ ബന്ധം പുലർത്തുന്നവരാണ്. അത്തരത്തിലുള്ള ഒരാൾ വിശിഷ്ടാതിഥിയായി കുറയ്ക്കേണ്ട എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉൾപ്പെടെ, ശ്രീ ബാലൻ ഉൾപ്പെടെ, ശ്രീ പൊതുവാൾ ഉൾപ്പെടെ ഉള്ള എല്ലാവരും വിശിഷ്ടാതിഥികളല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദാറ്റ്സ് വൺ തിങ്. അടുത്തത്, നമ്മൾ എല്ലാ മനുഷ്യർക്കും ഒരു പ്രത്യേകതയുണ്ട്, കാണാനുള്ള കഴിവ്. ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിൽ കാണുന്നതും സാധാരണക്കാർ കാണുന്നതും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു ഫോട്ടോഗ്രാഫർ കാണുന്നത് ഒരു കമ്പോസ്ഡ് ഫ്രെയിമായിരിക്കും മിക്കപ്പോഴും. ജീവിതത്തിലെ അനുനിമിഷം കാണുന്ന ഓരോ സന്ദർഭങ്ങളും അങ്ങനെ കമ്പോസ്ഡ് ഫ്രെയിമിലാണ് നമ്മൾ കാണുന്നത്. മറ്റുള്ളവർ കാണുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് പോകുമെങ്കിലും ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിശ്ചലവും വളരെ കൃത്യവുമായ അളവ് വെച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൽ നിന്നുണ്ടാകുന്ന ചിത്രങ്ങൾക്കുണ്ടാകുന്ന മേന്മ അതും കൂടി ഫോട്ടോഗ്രാഫർ മനസ്സിലാക്കിയിരിക്കും. അതാണ് സാധാരണ കാഴ്ചയും ഫോട്ടോഗ്രാഫറുടെ കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ബഹുമാന്യ പൊതുവാൾ സാർ പറഞ്ഞതുപോലെ കുറഞ്ഞ പക്ഷം ഈ ഫോട്ടോഗ്രാഫിൻ്റെയൊക്കെ ഉടമസ്ഥർക്ക് കുറച്ച് പ്രചോദനം കിട്ടുന്ന കാര്യമായ സർക്കാർ തലത്തിലുള്ള വിലയ്ക്ക് വാങ്ങൽ വളരെ 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 അഭിനന്ദനാർഹമാണ്. അങ്ങനെ ഒരു കാര്യം ശ്രീ പൊതുവാൾ സൂചിപ്പിച്ചത് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വളരെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റമായി ഞാൻ കണക്കാക്കുന്നു. ആ നിലയ്ക്ക് അതിന് വളരെ ആശംസ നേരുന്നു. പിന്നെ ഈ സംഘടന ഓരോ വർഷവും തോറും പുതിയ പുതിയ മേഖലകൾ കൂടെ കണ്ടെത്തണം എന്നാഗ്രഹിക്കുന്നു ഫോട്ടോഗ്രാഫിയിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു എക്സിബിഷൻ നടക്കുന്നു. ഈ എക്സിബിഷനെ സംബന്ധിക്കുന്ന ഒരു റിവ്യൂ ഫോട്ടോഗ്രാഫേഴ്സ്, ഇതിൽ അടങ്ങിയിരിക്കുന്ന മെമ്പേഴ്സായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഓരോ ചിത്രത്തിനെയും എടുത്ത് വിലയിരുത്തി അതിൻ്റെ മേന്മയും തിന്മയും അതിൻ്റെ ഗുണവിശേഷങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളും തമ്മിലുള്ള ഒരു ക്ലാസ് ഉണ്ടാവുന്നത് വളരെയേറെ നന്നായിരിക്കും എന്നും കൂടെ ഞാൻ വിശ്വസിക്കുന്നു. മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇത് എല്ലാ വർഷവും അടുത്ത ഒരു 5-6 വർഷമെങ്കിലും കൂടെ ഇതിൽ പങ്കെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളെല്ലാവരും എപ്പോഴും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ നന്ദി, നമസ്കാരം.